The Constitution of India. Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello everyone, welcome back to our computer class. Are you all fine? Yes? Are you all happy? No? അതെ, സ്കൂളിലേക്ക് വരാൻ പറ്റുന്നില്ല, കൊറോണ, അത് കഴിഞ്ഞ് മഴ, എല്ലാം കൂടി ആർക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അല്ലെ? ഭയങ്കര സങ്കടമാണോ? സാരമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിലും വീട്ടിലിരുന്ന് കളിക്കാൻ തന്നെ ഒരുപാട് കളികളുണ്ട് അല്ലെ? റൈറ്റ്? കുറെ ഇൻഡോർ ഗെയിംസ് ഉണ്ട്, നമുക്ക് പസിൽസ് കളിക്കാം, വേർഡ് ഗെയിംസ് കളിക്കാം, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് നെയിം പ്ലേസ് അനിമൽ തിങ് ഒക്കെ വീട്ടിലിരുന്ന് നമുക്ക് കളിക്കാൻ പറ്റുന്നതല്ലേ? വീട്ടില് അച്ഛനും അമ്മയും എല്ലാവരെയും കൂട്ടി ഇതൊക്കെ ഒന്ന് കളിക്കും. ഓക്കെ, സോ വി വർ ഇൻ ദ ലാസ്റ്റ് സെഷൻ വി വർ ഡിസ്കസിംഗ് അബൌട്ട് പെയിന്റ്, റൈറ്റ്? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സെലക്ഷൻ ടൂൾസ്. ഞാൻ നോട്ട്ബുക്കിൽ സ്പെല്ലിംഗ്സ് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും എഴുതി പഠിച്ചോ? We learned two terms, right? Selection tool, freeform selection tool, right? Yes. In this session, let's see what we are going to learn. Okay? See children, today in this session we are going to learn the topic crop in the images group. See, from the images group we are going to learn about the crop. See in the figure here, നമുക്കൊരു വീടും ക്ലൗഡും ഉണ്ടല്ലേ? ഇതിൽ നമ്മൾ ക്രോപ്പിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ക്രോപ്പിംഗ്? See children, നമ്മൾ crop tool we are using for selecting a particular part of the image and deleting the remaining part. ഇപ്പൊ ഈ വീട് നോക്കൂ, ഞാൻ ഈ വീട്ടില് ഈ ഒരു ഡോർ മാത്രമുള്ള ക്രോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ബാക്കി വരുന്ന വീടിന്റെ റൂഫ്, ഈ പോർഷൻ, അതുപോലെ ക്ലൗഡ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി തനിയെ ഡിലീറ്റ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ വി ആർ ക്രോപ്പിംഗ് ഇറ്റ്. See, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഫസ്റ്റ് വി നീഡ് ടു സെലക്ട്. ഏത് സെലക്ഷൻ അപ്പൊ ഞാൻ ഈ ഡോർ ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഐ ഹാവ് ടു യൂസ് ദ റെക്ടാങ്കുലർ സെലക്ഷൻ. See, I have selected it. Okay, then we have to go and select the crop. See what happens. നമ്മുടെ വീട് പോയി, വീട്ടിൽ ചുറ്റുണ്ടായിരുന്ന ക്ലൗഡ്സ് പോയി, ഇപ്പൊ ഡോർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ? ആൻഡ് ദിസ് ഈസ് ഹൗ വി ഡു ക്രോപ്പിംഗ്. ഈ ക്രോപ്പിംഗ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യാന്നറിയോ? നിങ്ങളുടെ വീട്ടിലെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ഫോണിലൊക്കെ ഫോട്ടോസ് നിങ്ങൾ വാട്സാപ്പിൽ DP ഒക്കെ വയ്ക്കില്ലേ? അപ്പൊ നോക്കിയിട്ടുണ്ടോ, നമ്മൾ എവിടെയെങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ മാത്രം റിമൂവ് ചെയ്ത് കളയാറില്ലേ? യെസ്, വി ഡു ഓൾ ദീസ് തിങ്സ് ബൈ ക്രോപ്പിംഗ്. ഓക്കെ, and now let's see our another topic. And see children, after cropping an image we need to save it. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും first we need to save it. Why are we saving it? Yes, so that we can use it later also. നമ്മൾ ഇപ്പൊ സേവ് ചെയ്യാതെ പോയി പിന്നീട് നമുക്ക് അത് ആവശ്യം വരുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചെയ്യണ്ടേ? So it's better to save it. Okay, let's see how we can save. So children, now let's see how we can save. In the top corner about the clipboard group, you can see the paint option. Can you see? By clicking there, you can get the option Save As. And click on the Save As. Now you can choose wherever you want to save. I am choosing desktop and you can give some file name here. I am giving image. See, and then click on Save. So it is saved. Okay, so children, now we learned about cropping an image, right? നമ്മൾ ഒരു സെലക്ട് ചെയ്ത പാർട്ട് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള സറൗണ്ടിങ്സ് മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ക്രോപ്പിംഗ് യൂസ് ചെയ്യും. അതിനെയാണ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്, പഠിച്ചു അല്ലേ? Now let's see how we can remove a selected part.
ഓക്കെ. അപ്പൊ ഈ ഒരു വീട്ടിലെ ഈ ഒരു ഡോറ് എനിക്ക് വേണ്ട. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ഡിലീറ്റ് ഇറ്റ്. ഓക്കെ, go to select option, select the rectangular selection, select it, and what should we do? Yes, again go to select option. Click here, here you can see an option called delete. Can you see? Click on the delete. See, നമ്മുടെ വീട്ടിന്റെ ഡോർ പോയി. Can you see? ഇതല്ലാതെ തന്നെ വേറൊരു ഷോർട്ട് കട്ട് കൂടെ ഉണ്ട്. I will tell you how we can do it. Okay, see, now let's delete this portion. Okay, I'll go to select option, select the rectangular selection, then you can select it. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചത് സെലക്ഷൻ ടൂളില് സെലക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ? അതല്ലാതെ തന്നെ ഡിലീറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് യുവർ കീബോർഡ് ആൻഡ് പ്രസ് കൺട്രോൾ ആൻഡ് എക്സ് കീ ടുഗദർ. കൺട്രോൾ പ്ലസ് എക്സ്. ഓക്കെ, സി നമ്മുടെ ആ പോർഷനും നമുക്ക് ഡിലീറ്റ് ആയി. ഓക്കെ, സോ whenever you are using, you can try it out. Okay, it will be easy if you are using the shortcut keys. നമ്മൾ എപ്പോഴും ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ നമുക്ക് ഷോർട്ട് കട്ട് കീസ് യൂസ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തു ഡിലീറ്റ് ഓപ്ഷൻ എടുത്ത് ഡിലീറ്റ് ചെയ്തത് കൺട്രോൾ പ്ലസ് എക്സ്. ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മുടെ ഇമേജ് ആ ഒരു പോർഷൻ ഡിലീറ്റ് ആയില്ലേ? സോ ഇറ്റ് ഈസ് ഈസി, റൈറ്റ്? യെസ്. So children, see you in the next session with a new topic.